ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പച്ച വെള്ളം വെച്ച് നമുക്ക് മുഖക്കുരു മാറ്റുന്ന ഒരു വിദ്യ കാണിച്ചു തരട്ടെ. മുഖക്കുരു മാത്രമല്ല കേട്ടോ, അത് വരുന്ന പാടുകൾ ഒക്കെ മാറ്റാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ മുഖക്കുരു വരുന്നതിൻ്റെ തുടക്ക സമയത്താണ് ഇത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ മുഖക്കുരു ഇങ്ങനെ വലുതായി വന്ന് പൊട്ടി അത് പാടാവുന്ന വരെ ഒന്നും പോവില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പച്ചവെള്ളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വെറും പച്ചവെള്ളമല്ല, ഇതിൽ നമ്മൾ കുറച്ച് കൂട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മുഖത്ത് ഒരുപാട് മൂക്കുരു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന കുറച്ച് വിദ്യകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ചൂസ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് അതേ ചെയ്യാണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും മുഖക്കുരു വരുമ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്നതിൽ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റും. പക്ഷേ ഇത് ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 3 ടിപ്സിൽ ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, സേഫായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. മുഖക്കുരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമ്മുടെ മുഖത്ത് മുഖക്കുരു ഒരുപാടുണ്ടെങ്കിലും അത് 1-2 മാത്രം ഉണ്ടെങ്കിലും ഒക്കെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡീസാണ്. 1 അല്ല 3 ഞാൻ പറയുന്നുണ്ട്. നെറ്റിയിലും കവിളിലും ഒക്കെ ആയിട്ട് ഒരുപാട് മുഖക്കുരു ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ആദ്യത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് തേനാണ്. തേൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ആകെ കുറച്ച് തേനേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുക, വളരെ നല്ലതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ സംഘടിപ്പിക്കുക. മുഴുവൻ വീഡിയോ കണ്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് തേനാണ്. തേൻ വന്നിട്ട് നമ്മുടെ മുഖക്കുരു എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ മുഖക്കുരു ഉണ്ടെങ്കിൽ വേറെ വിരലുകൾ വേണം യൂസ് ചെയ്യാൻ. പിന്നെ മുഖവും കൈകളും നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യാനായിട്ട്. എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ നന്നായിട്ട് കൈകളും മുഖവും നന്നായിട്ട് കഴുകുക. സാധാരണ ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് കഴുകുക. എന്നിട്ട് നമുക്ക് മുഖക്കുരു എവിടെയാണോ ഉള്ളത് അവിടെ ഇങ്ങനെ ഈ തേനൊന്ന് തൊട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ തേനിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒലിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് തേൻ ഇങ്ങനെ ഒലിച്ചു വരുന്ന അത്രയും നിങ്ങൾ വെക്കേണ്ട. വളരെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒലിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് ടിഷ്യൂ പേപ്പറോ കോട്ടൺ പഞ്ഞിയോ യൂസ് ചെയ്തൊന്ന് വൈപ്പ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. മുഖക്കുരു ഉള്ള ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ജേംസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഇല്ലേ. അപ്പോൾ അവിടെ തേനിങ്ങനെ ഒലിച്ച് വരുന്ന നമ്മുടെ സ്കിന്നിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ അത് വീണ്ടും അവിടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾ ഒരു മണിക്കൂർ രാത്രി ഫുള്ളായിട്ട് വേണമെങ്കിലും വയ്ക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ 1 മണിക്കൂർ വെച്ചാൽ മതി. വളരെ തിൻ ലെയർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കട്ടിക്ക് അപ്ലൈ ചെയ്യരുത്. കട്ടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഒലിച്ച് വരും, അതൊന്നും വേണ്ട. സോ തിൻ ലെയർ അപ്ലൈ ചെയ്താൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ഇനി ഇൻ കേസ് ഒലിച്ച് വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടച്ച് കളയാം. ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. തടിപ്പ് മാത്രമാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വലിയതാണെങ്കിൽ കുറച്ച് 1-2 ദിവസം കൂടുതലെടുക്കും. മുഖം ഒന്നാണെങ്കിലും കുരുക്കൾ ഒരുപാട് വരാമല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ മുഖക്കുരുവും ഓരോരോ സൈസും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ പലതായിരിക്കും. അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് ഒരു മുഖക്കുരു ഒരു ദിവസത്തിൽ തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ അടുത്തൊരെണ്ണം മേ ബി 2-3 ദിവസം കൂടുതൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒറ്റ ദിവസത്തിൽ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. തടിപ്പൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. പിന്നെ കുറേ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിനങ്ങനെ തന്നെ രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. എങ്ങനെയാണോ നമ്മൾ തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതേ മെത്തേഡിൽ തന്നെ അലോവേര ജെല്ലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അലോവേര ജെല്ലാണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ശരിക്കുള്ള കറ്റാർവാഴയുടെ ചെടിയിൽ നിന്ന് എടുക്കുന്ന നീരാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലത്തത് യൂസ് ചെയ്യാം. നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. പക്ഷേ 1-2 ദിവസം കൂടെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ തേനോ അലോവേര ജെല്ലോ വച്ച് നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ട് നിങ്ങൾ അത് തന്നെ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്താൽ മതി. എപ്പോഴൊക്കെ മുഖക്കുരു വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ഞാൻ തേനിന് എന്താണോ പറഞ്ഞത് ആ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾ
ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു കൈ വെച്ചിട്ട് തന്നെ ഒരു വിരൽ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആവാനായിട്ട് നമ്മൾ തന്നെ ഒരു കാരണമാവരുത്. സോ നന്നായിട്ട് കെയർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ നമ്മളുടെ ഹോം റെമഡി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പച്ചവെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുക. ഒരു 1-2 സ്പൂൺ മാത്രം വെള്ളം എടുക്കുക. അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2-3 ഡ്രോപ്പ് മാത്രം നാരങ്ങയുടെ നീരാണ്. ഇത് ആക്ച്വലി നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. 2-3 തുള്ളി മാത്രം. ഇതുപോലെ ഒരു വലിയ നാരങ്ങേനെ കുറേ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പീസ് കിട്ടുമല്ലോ, ആ കുഞ്ഞു പീസിൽ നിന്ന് അത്ര പോലും നമുക്ക് വേണ്ട. വെറും 2-3 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാവുന്നതാണ്. എന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കുഞ്ഞു ബോട്ടിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു 2 സ്പൂണാണെങ്കിൽ ഒരു 2 ഡ്രോപ്പ് നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്കിത് എവിടെയാണോ നമുക്ക് പിമ്പിൾ ഉള്ളത് അവിടെ നമുക്കിതൊന്ന് തൊട്ട് വെച്ച് കൊടുക്കാം. കുഞ്ഞു പിമ്പിൾസ് ഉണ്ടല്ലോ, ഇച്ചിരി കട്ടിയായിട്ട് വളരെ ചെറുതായിട്ട് വരുന്ന പിമ്പിൾസ്, അതിൽ വരെ നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് സഹായിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, കൈ ഇങ്ങനെ താടിയിലും മുഖത്തും എപ്പോഴും തൊടുന്നത് വീണ്ടും മുഖക്കുരു ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ആ ഓയിലിനെസ് കുറച്ച് കൊണ്ടുവരിക. കാര്യം നമുക്ക് ഒരുപാട് ഓയിലി ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പൊടി പറ്റിയിട്ട് അത് ക്ലോഗായി വീണ്ടും നമുക്ക് മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പാടില്ല. അത് ആകെ കൂടെ 1-2 തവണ മാത്രമേ ഒരു ദിവസത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ മുഖം കഴുകാം. ആ 1-2 തവണ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മുഖക്കുരു വരുന്നത് തടയുന്ന നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷ് നോക്കിയിട്ട് മേടിച്ച് യൂസ് ചെയ്യുക. എൻ്റെ ഫേസിൽ ഒരുപാട് മുഖക്കുരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഴികൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒത്തിരി മുഖക്കുരുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ടീനേജ് ടൈമിൽ, കോളേജ് ടൈമിലൊക്കെ. എന്നിട്ട് ഞാനത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പൊടിക്കൈകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇത് നന്നായിട്ട് വർക്കാവും. ജെന്യൂനായിട്ട് നിങ്ങൾക്ക് മുഖക്കുരു മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്നത് മേ ബി നമുക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാക്കി. ഇപ്പോഴും എനിക്ക് മുഖക്കുരു ഉണ്ട് കേട്ടോ. 1-2 ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ ഒരുപാട് വരാറില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി മുഖക്കുരുള്ള മുഖം ഇഷ്ടമാണ്. പക്ഷേ ഇത് നല്ല പെയിൻഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ മാർക്ക് അതൊക്കെ മുഖക്കുരു പോയാലും പോവില്ല. അപ്പോൾ നിങ്ങളുടെ ഫുൾ ഫേസിലുള്ള മുഖക്കുരു മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ടിപ്സൊക്കെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒത്തിരി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മുഖക്കുരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഹോം റെമഡി ഒന്നും അതിൽ ചെയ്യേണ്ട. ഈ ചെറിയ തടിപ്പാണ് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മുഖക്കുരു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.